നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നൊരു ടോപ്പിക്ക്, നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ, നിങ്ങളോട് ബ്രേക്കപ്പ് പറഞ്ഞു പോയ വ്യക്തി, അവരുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവണമെന്നില്ല. കേൾക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, ബാക്കിയുള്ളത് വിട്ട് കളയുക. ഓക്കെ, ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞിട്ട് അവരുടെ മുഖം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥനയോടെ റീഡിംഗ് കാണുക. നിങ്ങൾക്കുള്ള ഒരു എനർജി ആവാൻ വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക കേട്ടോ. ഫൈവ് ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. നമുക്ക് റീഡിംഗ് വിശദമായിട്ട് തന്നെ നോക്കാം. സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജി കണക്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഇടയായിട്ട് അസാധാരണമായിട്ടുള്ള ഒരു അനുഭവം ഫീൽ ചെയ്യാറുണ്ടോ? ഒരു കാരണമില്ലാതെ ഒരു ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂടിയ പോലെ ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ പാതിരാത്രിയിൽ ആരൊക്കെയോ വിളിച്ചുണർത്തുന്ന പോലെ പെട്ടെന്ന് ഉണരാറുണ്ടോ? വല്ലാത്തൊരു പരവേശം അതിങ്ങനെ തോന്നാറുണ്ടോ? ആ സമയത്ത് വല്ലാത്തൊരു ഫീലാണ്, ഒരു അസ്വസ്ഥത അല്ലേ? ആ രാത്രി കഴിച്ചു വിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണരുമ്പോൾ വല്ലാത്തൊരു എനർജിയും സന്തോഷവും ഉള്ളിൽ അലയടിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം വന്നു ചേരാൻ പോകുന്നെന്ന് നിങ്ങളുടെ മനസ്സ് ആവർത്തിച്ച് പറയുന്ന പോലെ. പക്ഷെ നിങ്ങൾ ആ സമയത്ത് അങ്ങനെ വിചാരിച്ചിട്ട് അതങ്ങ് വിട്ട് കളഞ്ഞേക്കാം. വെറും ഒരു തോന്നലായിരിക്കും. പോസിറ്റിവിറ്റി എടുത്തിട്ട് ബാക്കി നിങ്ങളുടെ തോട്ട്സ് എല്ലാം അങ്ങ് വിട്ട് കളഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ ശക്തമായ ഒരു എനർജി കണക്ഷൻ വന്നിട്ടുണ്ട്. ഇത് ആരുടെ റീഡിംഗ് ആണോ അവർക്ക്. ദൂരെ എവിടെ നിന്നോ നിങ്ങളുടെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞു പോയാൽ, നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ആ പ്രിയപ്പെട്ട വ്യക്തി കണ്ണടയ്ക്കാതെ ഉറങ്ങാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളുടെ ഈ ചിന്ത, നിങ്ങൾക്ക് ഈ ഉണ്ടാകുന്ന അനുഭവങ്ങൾ കേട്ടോ. ആ വ്യക്തി നിങ്ങളെ ഓർത്ത് വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരാളെക്കുറിച്ച് മാത്രമാണ് അവരുടെ മനസ്സിലെ ചിന്തകൾ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എനർജി കണക്ഷൻ വളരെ ഡീപ്പാണ് എന്ന് തന്നെ കാണാം. നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ ഇന്ന് വരെ ഫീൽ ചെയ്യാത്ത ഒരു തരം ചിന്തകളും ഒരു മിസ്സിങ് എനർജിയും ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെ ചിന്താഗതികളൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു നിങ്ങളുടെ ഈ ഒരു അകൽച്ച എന്നാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ആ തിരിച്ചറിവ് അതെന്താ നമ്മൾ വിശദമായിട്ട് നോക്കുമ്പോൾ, നിങ്ങൾ ബ്രേക്കപ്പിലായിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ കണ്ട വഴക്കുകൾ, നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഇതിനുള്ളിൽ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ അവരുടെ വായിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. മാനസികമായിട്ട് നിങ്ങളെ ശരിക്കും തളർത്തിയിട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ ആ വാക്കുകളാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങൾ ഈ റിലേഷനിലേക്ക് കൊടുത്തിരുന്ന ഒരു ആത്മാർത്ഥതയും ഇവർക്ക് കൊടുത്തിരുന്ന ഒരു സപ്പോർട്ടും ഒക്കെ ഒരു നിമിഷം കൊണ്ട് അവർ മറന്നുപോയതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ശരിക്കും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാൻ, അതൊക്കെ പറഞ്ഞ് നിങ്ങളെ മാനസികമായിട്ട് തളർത്തിട്ടായിരിക്കും ഈ വ്യക്തി ഈ ഒരു റിലേഷനിൽ നിന്നും ഇറങ്ങിപ്പോയത്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഈ ഒരു റിലേഷനിൽ നിന്ന് സഫർ ചെയ്തു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് ഡ്യുവൽ ക്യാരക്ടർ ഉണ്ട്. ബാലൻസ് കാർഡും ടെമ്പറൻസ് കാർഡ് ബാലൻസ് കാർഡായിട്ട് ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. ഡ്യുവൽ സ്വഭാവം നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് വളരെ തന്മയത്വത്തോടെ പെരുമാറുന്ന താല്പര്യത്തോടെ, മറ്റു ചിലപ്പോൾ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവം കാണിക്കും. അവർക്ക് മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ നടന്നു കഴിഞ്ഞാലും
ആ ഒരു ദേഷ്യം ചിലപ്പോൾ നിങ്ങൾ ആ സ്പോട്ടിലായിരിക്കും വിളിക്കുക. ആ ദേഷ്യം മൊത്തം നിങ്ങളോട് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത്ര വലിയ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾക്കത് അങ്ങനെ വിളിച്ചങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷനാണ്. അവരൊന്ന് കാമായിട്ട് സംസാരിക്കുന്നവരെ നിങ്ങൾക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ആ രീതിയിൽ പിന്നെയും പിന്നെയും അവരെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനൊരു ക്യാരക്ടറാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്കത് അവരത്രയും പ്രയാസപ്പെട്ട് കാണുമ്പോൾ നിങ്ങളെന്ത് പറഞ്ഞാലും സാരമില്ല. അവരൊന്ന് തണുത്ത് കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ നിങ്ങളതുകൊണ്ട് ആ സമയത്തൊക്കെ ഒന്നും മിണ്ടാതെ ഇരിക്കുമായിരിക്കും. ആ ഒരു പ്രശ്നം സോൾവ് ആകട്ടെ. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഈ വ്യക്തി ഒന്ന് ശാന്തനാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു പെരുമാറ്റം ചിലപ്പോൾ 2, 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കും. ആ സമയത്തേക്ക് നിങ്ങൾ വിളിക്കില്ല, മിണ്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളും പെരുമാറ്റ രീതികളും ചിന്താഗതികളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഉണ്ടല്ലോ, നിലവിലെ സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നല്ല രീതിയിലുള്ളൊരു മിസ്സിങ് എനർജി ഉണ്ട് നിങ്ങളെ എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻ വിട്ട് പുറത്തു പോകാനായിട്ട് നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. ഈ വ്യക്തി എങ്ങനെയൊക്കെ പെരുമാറിയാലും ആ വ്യക്തി വന്ന് സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ റിലേഷനിൽ വീണ്ടും വന്ന് നിൽക്കും. എത്രത്തോളം നിങ്ങൾ പിന്മാറാൻ ശ്രമിച്ചാലും ഈ വ്യക്തി സ്നേഹത്തോടെ പെരുമാറുമ്പോൾ നിങ്ങൾ വീണ്ടും ഈ റിലേഷനിലേക്ക് വന്നു പെടും അല്ലേ? അങ്ങനെയാണ്. കാരണം നിങ്ങൾ രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ്. ആ വ്യക്തിയുടെ ഒട്ടും ആ ഒരു മാച്ച് ചെയ്യുന്ന ക്യാരക്ടറേ അല്ല നിങ്ങൾക്ക്. അവരെ റൈസ് ആവും, നിങ്ങൾ സമാധാനത്തിലിരിക്കും. നിങ്ങൾ മാക്സിമം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം സഹിക്കും, നിങ്ങളൊന്നും അങ്ങോട്ട് പറയാറില്ല. ഇവരുടെ എനർജി നോക്കുമ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം അതായിരുന്നു നിങ്ങളെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്നൊരു വ്യക്തി ഇല്ലാതെ അവർക്ക് ലൈഫ് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ചിന്തയാണ് ഇപ്പോൾ അവർക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ പോയ ജീവിതത്തിൽ ഒരു വെളിച്ചം തന്നെ അല്ലെങ്കിൽ ഒരു ഭാഗ്യം തന്നെ ഇല്ലാതാകുമെന്നാണ് അവരുടെ ഉള്ളിലെ ചിന്ത. ആ ഒരു ഭയവും ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു, അപ്പോൾ ആ രീതിയിലുള്ള ഇഷ്യൂ നിങ്ങളുടെ ഇടയിൽ നടന്ന് കാണുമായിരിക്കും അല്ലേ? അത്രയും മുറിവുണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ പറഞ്ഞു കാണുമായിരിക്കും. അതാണ് ആ ഒരു ഭയം ഉള്ളിൽ ഇപ്പോൾ കാണുന്നത്. അവരുടെ ഉള്ളിൽ ആഴത്തിലൊരു ഭയം പതിഞ്ഞ് കിടപ്പുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലാത്തൊരു ചിന്ത കൂടെ ഉണ്ട്. ഈ ഡ്യുവൽ ക്യാരക്ടറാന്ന് പറഞ്ഞില്ലേ, രണ്ട് രീതിയിലും ചിന്തിക്കും. എന്തൊക്കെ ചെയ്താലും നിങ്ങൾ വിട്ടു പോകത്തില്ല. കാരണം നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു തോന്നൽ ഇവർക്കുള്ളിലുണ്ട്. ഇവരുടെ ചിന്താഗതിയും സ്വഭാവവും ഒക്കെ രണ്ട് രീതിയിലാണ് പെരുമാറുന്നവർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ മാറിപ്പോയില്ലേ, ഈ റിലേഷൻ വിട്ട് മാറിപ്പോയത് ഇവരെ ശരിക്കും തളർത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഇവർക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇവർ നോർമലി നടക്കുന്ന പോലെ നടന്നു, ഇവരുടെ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയി. അപ്പോൾ നിങ്ങൾ 2 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ നിങ്ങൾ തിരിച്ചു വരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ വരാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കരമായിട്ടൊരു മാനസിക ബുദ്ധിമുട്ടായി. ഇനി വരില്ലേ എന്നുള്ളൊരു തോന്നലായി. നിങ്ങൾ പലപ്പോഴായിട്ടും പല സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഡ്രസ്സ്, അങ്ങനെയുള്ള സമ്മാനങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ നോക്കി ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ അവർ ഉപയോഗിക്കുന്നത്. ആ ഒരു നിങ്ങളുടെ ആ ഓർമ്മ അത് നിലനിർത്താൻ വേണ്ടിയിട്ട്. കാരണം അവരെന്ത് ചെയ്താലും എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും എന്തിനും നിങ്ങളുടെ ആ ഒരു ചിന്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പേടി കൊണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ട്, ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു, എന്നിട്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അറ്റ്ലീസ്റ്റ് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും ചെയ്താൽ മതി, എനിക്ക് ഞാൻ ഓക്കെ ആവും. നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പക്ഷെ ആ ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് ഈ റീഡിങ്ങിൽ വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ചില ഈഗോ അത് തകർന്നു തുടങ്ങിയിരിക്കുന്നു. അത് യൂണിവേഴ്സായിട്ട് ഇവരുടെ ഒരു ഫേക്ക് മാസ്ക്, കപട മുഖംമൂടി അതെടുത്ത് മാറ്റിയിരിക്കുന്നു എന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അവർ സ്വയം കരുതിയിരുന്നത് അവർക്ക് ഇതിലെന്തോ വലിയൊരു റോളുള്ള ഒരാളാണെന്ന്. അവരുടെ പെരുമാറ്റ രീതിയും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? നിങ്ങൾ ചേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് പുറകെ ചെല്ലേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഞാനിതിൽ വലിയ ആളായിട്ടൊക്കെ നിൽക്കും, ഫോളോ ചെയ്ത് വരേണ്ടത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു തോട്ട് ഈ വ്യക്തിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയാലും വിളിച്ചാലൊന്നും ഈ വ്യക്തി എടുക്കാത്തതൊക്കെ. ആ ഒരു ചിന്താഗതിയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം തകർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ഈ ഒരു റിലേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവലിച്ച് വെച്ചിരിക്കുന്നു. അവരോട് സംസാരിക്കുന്നത് നിർത്തിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളുടെ സാന്നിധ്യം മാറി. ആ മാറിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു റിലേഷൻ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയത്. ഇവർ വാല്യൂ മനസ്സിലാക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സാധാരണ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആകുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? കരഞ്ഞ് വിളിച്ച് പുറകെ ചെന്ന് പിന്നെയും ആ ബ്ലോക്ക് മാറ്റിച്ച് ആ ഒരു റിലേഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, നിങ്ങളുടെ എനർജി അവിടെ എന്താ പറയുക, ഓവറായിട്ട് എനർജി സത്യം പറഞ്ഞാൽ വേസ്റ്റ് ആകുക എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അവരൊരു വാല്യൂ ചെയ്യില്ല ഇങ്ങോട്ട്. മനസ്സിലായോ? ശരിക്കും അതൊരു ഡിറ്റാച്ച്മെന്റ് പാലിച്ച് അതിൽ നിന്ന് മാറുന്ന എല്ലാ റിലേഷനിലും ഒന്നും ഞാൻ പറയുന്നില്ല. ഇതേപോലെ ടോക്സിക് ആയിട്ട് ക്യാരക്ടർ വരുന്ന ആൾക്കാരുടെ റിലേഷനിൽ കുറച്ച് നാളെങ്കിലും ഒരു ഡിറ്റാച്ച്മെന്റ് പാലിച്ചിട്ട് മാറി നിന്ന് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവും. കാരണം നമ്മൾ പിന്നെയും പുറകെ ചെല്ലും. ഈ എനർജി വന്നിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പറ്റാത്തൊരു കക്ഷിയായിരുന്നു. മനസ്സ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായി വന്നിരിക്കുന്നത്. ഈ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു എനർജി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലയൻറ്റ്, വ്യൂവർ. അപ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡൊന്നും ഇല്ല. വളരെ സെൻസിറ്റീവാണ്. എങ്ങനെയൊക്കെയോ അവർ മനസ്സ് പിടിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് വിശ്വാസമുണ്ട്, തിരിച്ചു വരും എന്നുള്ളത് വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസവും ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ വ്യക്തി, അല്ലേ? പക്ഷേ എന്നിരുന്നാലും അതിനെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് കേട്ടോ. ഈ കാർഡ് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത, അതാണ് ഈ കാർഡ് കാണിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ വ്യക്തി എത്ര ഈ ഈഗോയും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വരും. ഈ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ആ പഴയ ക്യാരക്ടറേ മാറിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ, ഇത് യൂണിവേഴ്സായിട്ട് ഡയറക്റ്റ് ഇടപെടൽ നടന്നിട്ടുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വന്നിരിക്കുമെന്ന് തന്നെ നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തിക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന എനർജീസ്. ഇത് ആരുടെ റീഡിംഗ് ആണ് എന്ന് നോക്കുക. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കമൻറ്റിൽ വന്നിരുന്നു, എല്ലാ റീഡിങ്ങിലും വരും 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 എന്ന് പറയുന്നതല്ലാതെ വരുന്നില്ലല്ലോ, പിന്നെ റീഡേഴ്സ് പറഞ്ഞ് പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വന്നിരുന്നു. പലരുടെയും എനർജി വരുന്നതാണ് ഇതിൻ്റെ അകത്ത്. നമ്മൾക്ക് ആ സമയത്ത് ഇൻഡ്യൂഷൻ വരുമ്പോൾ ആരുടെ എനർജിയാണോ കണക്റ്റായിട്ട് ഇതിൽ വരിക എന്ന് നമുക്കറിയില്ല. നിങ്ങൾ അതുപോലെ പ്രേ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ഏതെങ്കിലുമൊക്കെ ഒരു റീഡിങ്ങിൽ അങ്ങനെ കണക്റ്റായിട്ട് വരും. സത്യം പറഞ്ഞാൽ റീഡേഴ്സ് ആരെയും പറ്റിക്കാറില്ല കേട്ടോ. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളിലേക്കുള്ളൊരു മീഡിയേറ്റർ ആയിട്ടാണ് നമ്മളെ വെച്ചിരിക്കുന്നതെന്നാണ് ശരിക്കും നമുക്ക് വിശ്വാസം. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വരുന്നത്. നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ ആദ്യം മാറ്റിയിട്ട് യൂണിവേഴ്സിൻ്റെ ആ പവർ എന്തെന്ന് അനുഭവിച്ചറിയണം. എന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു മെഡിറ്റേറ്റ് ചെയ്ത് കുറച്ച് ദിവസത്തേക്കൊന്ന് മെഡിറ്റേഷൻ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. അതിൻ്റെ ആ ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ലൈഫിൽ ആ ചേഞ്ചസ് വരുന്ന പോലും നിങ്ങൾക്കറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ബെഗ് ചെയ്ത് പുറകെ പോകാതെ നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആദ്യം ഒരാളെ നെഗറ്റീവ് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ എന്ന്. അത് കഴിഞ്ഞിട്ട് മാത്രമേ കുറ്റപ്പെടുത്താവുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം അടുപ്പിച്ച് കുറേ കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നി. ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല, കാരണം അതവർ അറിയാതെ കൊണ്ട് പറഞ്ഞു പോകുന്നതാ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ വീഡിയോയിലൂടെ റിപ്ലൈ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടായിട്ട് ഇത്രയും പറഞ്ഞത്. ഒരുപാട് പേര് വിശ്വസിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് ഈ റീഡിങ്ങിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു മൈ വ്യൂവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്.